വലിയൊരു ദൗത്യമാണ് മുന്നിലുള്ളത്. തുടർ പരാജയങ്ങൾ ഇപ്പോൾ വലിയൊരു സന്തോഷം മുന്നിൽ വന്നു നിൽക്കുകയാണ്. എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ജനപ്രതിനിധിയാകാൻ അവസരം നൽകിയ കായംകുളം ജനതയോടുള്ള ഹൃദയം നിറഞ്ഞ സ്നേഹവും കടപ്പാടും ഞാൻ പ്രകടിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്കൊരു അവസരമാണ് വലിയൊരു തന്നത്. ആദ്യമായി ജനപ്രതിനിധി ആയപ്പോൾ തന്നെ മന്ത്രിയാകാൻ അവസരം നൽകിയ പാർട്ടിയോടും മുന്നണിയോടും നേതൃത്വത്തോടുമുള്ള ഒരു സന്തോഷവും ഞാൻ ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുകയാണ്. ജനങ്ങളെ സേവിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. വകുപ്പ് വലിയ വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കാം. എങ്ങനെയായിരിക്കാം ഇതിനെ നേരിടാൻ പോകുന്നത്? ഇത്രയും നാൾ പരാജയങ്ങൾ നേരിട്ടു, അതിനെ വളരെ അതിജീവിച്ചാണ് മുന്നിലോട്ട് വന്നിരിക്കുന്നത്. വകുപ്പ് ഏതാണെന്ന് എനിക്ക് നിലവിൽ അറിയില്ല. ഈ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾക്കപ്പുറത്ത് ഔദ്യോഗികമായ സ്ഥിരീകരണം ഇതുവരെ ഒരു വകുപ്പിനെ സംബന്ധിച്ചും ഉണ്ടായിട്ടില്ല. ഏത് വകുപ്പ് ലഭിച്ചാലും അതിനോട് ആത്മാർത്ഥത പുലർത്തുക, സത്യസന്ധത പുലർത്തുക, കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ ശ്രമിക്കുക. ഇതാണ് ഞാൻ ഇതിനകത്ത് വെച്ച് പുലർത്തുന്ന ഒരു സമീപനം. അപ്പോൾ വകുപ്പിനെക്കുറിച്ചും ആ വിഷയങ്ങളെക്കുറിച്ചും ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കും, കഠിനാധ്വാനം ചെയ്യും, ജനങ്ങളുടെ ജീവിതത്തിൽ ഗുണപരമായൊരു മാറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കും. ഇതാണ് ഈ ശരിക്കും തിരഞ്ഞെടുപ്പ് സമയത്തിൽ വിങ്ങിപ്പൊട്ടുന്ന ഒരു ലിജുവിനെ നമ്മൾ കണ്ടു. എങ്ങനെയാണ് ആ ഒരു അവസ്ഥയിലേക്ക് കടന്നുപോയത്? ഈ പരാജയങ്ങളാണോ അങ്ങനെ ആ തലത്തിലേക്ക് എത്താൻ പോയത്? വിങ്ങിപ്പൊട്ടുന്ന എനിക്ക് വളരെ ദുഃഖമുണ്ടായി എന്നൊരു സത്യമാണ്. ഞാൻ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ ഒരു പ്രസംഗമായിരുന്നു. തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സ്വാഭാവികമായിട്ടും എനിക്ക് മുമ്പ് സംസാരിച്ച പ്രാസംഗികരൊക്കെ തന്നെ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ച്, അതോടൊപ്പം തന്നെ കടന്നു വന്ന വഴികളെക്കുറിച്ച്, മുമ്പുണ്ടായ തിരഞ്ഞെടുപ്പുകളെക്കുറിച്ചൊക്കെ പരാമർശിച്ചാണല്ലോ പ്രസംഗിക്കുന്നത്. അപ്പോൾ അവർ സംസാരിച്ചപ്പോൾ ഞാനൊരു മറുപടി പ്രസംഗം എന്ന തരത്തിൽ സംസാരിച്ചപ്പോൾ ഞാൻ എൻ്റെ രാഷ്ട്രീയ വ്യക്തി ജീവിതത്തെക്കുറിച്ചുകൂടി പരാമർശിച്ചാണ് പോയത്. 5ാം ക്ലാസ്സിലെ KSU പ്രവർത്തനം തുടങ്ങിയൊരു പ്രവർത്തനമാണ്. അപ്പോൾ 3 തവണ പാർട്ടി മത്സരിക്കാൻ അവസരം നൽകി. 4ാമതൊരു തവണ കൂടി മത്സരിക്കാൻ അവസരം വീണ്ടും ലഭിച്ചു. മത്സരിച്ച സ്ഥലങ്ങളൊക്കെ തന്നെ കടുത്ത ഇടതുപക്ഷ കോട്ടകളായിരുന്നു. പക്ഷേ എങ്കിലും വീണ്ടും മത്സരിക്കുന്നതും സമാനമായ അതേ സ്ഥലത്ത് തന്നെയാണ് മത്സരിക്കുന്നത്. അപ്പോൾ ഞാൻ ജനങ്ങളോട് ഒരു അപ്പീൽ ചെയ്തതാണ്, ഞാൻ ഇങ്ങനെയാണ് കടന്നു വന്നത്, ഏറ്റവും സത്യസന്ധമായി പെരുമാറാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയൊരു അവസരം ജനപ്രതിനിധിയാൻ ലഭിക്കുമെന്ന് ഉറപ്പില്ല. അങ്ങനെ പറയുന്നതും ശരിയല്ലല്ലോ. 3 തവണ 4 വന്നിട്ട് ഇനിയും മത്സരിക്കണമെന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. അപ്പോൾ ഒരു അവസരം എന്ന തരത്തിൽ നാടിനെ വേണ്ടി പ്രവർത്തിക്കേണ്ട അവസരം നൽകണമെന്ന് പറഞ്ഞപ്പോൾ വൈകാരികമായി എന്നത് സത്യമാണല്ലോ. ഞാനങ്ങനെ സാധാരണ അതല്ലാതെ അങ്ങനൊരു വൈകാരിക പ്രകടനങ്ങൾക്ക് മുതിരാറില്ല. പക്ഷേ ഇത് സ്വാഭാവികമായി സംഭവിച്ചതാണ്. പക്ഷേ അത് സംബന്ധിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നീണ്ട 10 വർഷത്തിന് ശേഷം UDF അധികാരത്തിലെത്തുന്നു. ഒരു തെരുവ് യുദ്ധത്തിലേക്ക് പോയപ്പോൾ അതിനെ തിരുത്താനായിട്ട് അതീവമായി ശ്രദ്ധിച്ച ഒരാൾ കൂടിയാണ്. സൈബർ ഇടങ്ങളിൽ അതിലും വ്യക്തി ആക്ഷേപം അങ്ങ് നേരിട്ടു. തീർച്ചയായും അതിലൊന്നും വിഷമമല്ല. ഞാൻ ആ പറഞ്ഞ കാര്യങ്ങൾ 100% ശരിയായത്. ഞാൻ പറഞ്ഞ ഇതാണ്, കോൺഗ്രസ്സിന് വലിയൊരു വിജയം ലഭിച്ചു. അത് ജനം നൽകിയ വിജയമാണ്. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് വോട്ടേഴ്സ് മാത്രം നൽകിയതാണോ? അല്ല. ഇപ്പോൾ ഇടതുപക്ഷ കോട്ടകളിൽ പോലും തളിപ്പറമ്പിലും പയ്യന്നൂരിലുമൊക്കെ തന്നെ കോൺഗ്രസ് നമ്മുടെ പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നു. ആലപ്പുഴയിലെ ഇടതുപക്ഷ കോട്ടകൾ, അമ്പലപ്പുഴ, ഞാൻ ജയിച്ച കായംകുളം, ഇതെല്ലാം ജനം കൂടി വോട്ട് ചെയ്താണ് വിജയിപ്പിച്ചത്. അപ്പോൾ ജനത്തിന് വലിയ പ്രതീക്ഷയുണ്ട്. അപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുന്നു, തെറ്റില്ല. അതിനകത്ത് തെറ്റൊന്നും ആർക്കും പറയാൻ സാധിക്കില്ല. നമുക്ക് എത്രയോ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. പക്ഷേ പ്രകടനം നടത്തിയിട്ട് നേതാക്കന്മാരുടെ ഫ്ലെക്സ്, ഇപ്പോൾ KC വേണുഗോപാലിൻ്റെ ഫ്ലെക്സ് കീറുന്നു, VD സതീശൻ്റെ ഫ്ലെക്സിൽ തുപ്പുന്നു, എന്നിട്ട് രമേശ് ചെന്നിത്തലയെ ഉൾപ്പെടെയുള്ള എല്ലാം പരസ്യം വ്യക്തിയധിഷ്ഠിതം നടത്തുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചൊരു ചോദ്യം, നമുക്ക് നേതൃത്വത്തെ തിരഞ്ഞെടുക്കാനുള്ള ഉത്തരവാദിത്വം കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ഏൽപ്പിച്ചിരിക്കുന്നു. അത് മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയുമാണ്. അവരേറ്റവും വിശ്വാസ്യമുള്ള നേതാക്കന്മാരാണ്. അപ്പോൾ അവരൊരു തീരുമാനം എടുക്കുന്നവരെ നിങ്ങൾ സമയത്ത് പുലർത്തണമെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ ആരാധകരോട് അടങ്ങാൻ പറയുന്നത് ഏതുതരം ആരാധകരാണ്? കോൺഗ്രസിന് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കുന്ന ആരാധകരോടല്ല പറഞ്ഞത്. മുദ്രാവാക്യം വിളിക്കുന്ന, പോസ്റ്റർ ഒട്ടിക്കുന്ന, പാർട്ടിക്ക് വേണ്ടി മർദ്ദനമേക്കുന്ന, ജയിലിൽ പോകുന്ന തരത്തിലുള്ള ആളുകളല്ല. തങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നേതാവിന് വേണ്ടി മറ്റ് നേതാക്കന്മാരെ വ്യക്തിയധിക്ഷേപം നടത്തുന്ന, ഫ്ലെക്സ് കീറുകയും തുപ്പുകയും ചെയ്ത് പൊതുജന മധ്യത്തിൽ കോൺഗ്രസ് പാർട്ടിയെ ആക്ഷേപിക്കുന്ന ആളുകളോടാണ് ഞാൻ ഒരു പരിധിക്ക് അടങ്ങാനായിട്ട് പറഞ്ഞത്. അതോടൊപ്പം ഞാൻ എൻ്റെ ഒരു കോൺഗ്രസ് കമ്മിറ്റ്മെൻ്റ് എന്ന രീതിയിലാണ് പറഞ്ഞത്. ഏത് നേതാവ് ഉണ്ടെങ്കിലും ഞങ്ങളെല്ലാം പാർട്ടിയിലുണ്ടെന്ന് പറയേണ്ട കാര്യം ഏതെങ്കിലും നേതാവ് പോകുന്ന അർത്ഥത്തിലല്ല. പാർട്ടിയാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് അത് ജനത്തിനെ തിരുത്തിക്കൊണ്ട് മോശമാക്കാൻ പറഞ്ഞല്ല. പക്ഷേ ഞാൻ പറഞ്ഞത് കുറച്ച് അഗ്രസീവായിട്ടാണ്. അത് ചിലപ്പോൾ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ സാധാരണ മനുഷ്യരാകുമ്പോൾ നമ്മൾ സാധാരണ ഏറ്റവും മനുഷ്യരോട് ഏറ്റവും സമയത്തോടെ പെരുമാറും, സ്നേഹത്തോടെയും അനുകമ്പയോടെയും വരുന്ന മനുഷ്യരോട് പെരുമാറും. പക്ഷേ രോഷം ചിലപ്പോൾ വരും. കോൺഗ്രസിനെ ആക്ഷേപിക്കുമ്പോൾ, പൊതുജന മധ്യത്തിൽ അപകീർത്തിപ്പെടുത്തുമ്പോൾ, ഇത്രയും കാലം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നിന്ന നേതാക്കന്മാരെ തിരഞ്ഞു പിടിച്ച് ചേരി പിടിഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ അത്തരത്തിലുള്ളവരോട് പ്രതികരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ശരീരഭാഷ മോശമാകും. കാരണം മനുഷ്യരങ്ങനെയാണല്ലോ, നമ്മളെല്ലാം ഒരേ തരത്തിലാണോ പെരുമാറുന്നത്. പക്ഷേ എന്നോട് പലരും പറഞ്ഞു, അത്രയും അഗ്രസീവായി അല്ലെങ്കിൽ കുറച്ചുകൂടെ സമയത്തതയോടെ പറയാമായിരുന്നു പറഞ്ഞതിനെ ഞാൻ അതിനെ സ്വീകരിക്കുന്നുണ്ട്.
കുറച്ചുകൂടി സമാധാനത്തോടെ ഇതേ കാര്യം ഇപ്പോൾ പറയുന്ന രീതി പറയാമായിരുന്നു. അത് ഞാൻ എപ്പോഴും ഓഡിറ്റിംഗ് ചെയ്തുകൊണ്ട് ഇരിക്കുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത് പൊതുജനം ഇപ്പം അതിൽ പോസിറ്റീവ് നെഗറ്റീവും ഉണ്ട്. ഇപ്പോൾ ഒന്നുമില്ലാതെ വെറുതെ നവമാധ്യമങ്ങൾ അസഭ്യം എഴുതുന്നവരുണ്ട്. അത് എല്ലാ പാർട്ടിയിലും അത്തരത്തിലുള്ള ആളുകളുണ്ട്. വെറുതെ ഇതില്ല, അങ്ങനെയുള്ള ആളുകളോടല്ല എൻ്റെ സംഭാഷണം. പക്ഷേ വളരെ കൃത്യമായി നമ്മൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകർ വെച്ച് പുലർത്തേണ്ട ശരീരഭാഷ, സംസാര രീതിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ചിന്തിക്കുകയും നമ്മളെ സ്നേഹിക്കുന്ന, മുന്നോട്ട് രാഷ്ട്രീയം നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നവർ പറഞ്ഞതിനെ നമ്മൾ ഏറ്റവും ഇതോടെ സ്വീകരിക്കും. പക്ഷേ ദുഷ്ടലാക്കോടുകൂടി അത് ദുഷ്പ്രചരണം നടത്തുന്നവർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളോട് എനിക്ക് അവർ നമ്മൾ കണക്കാക്കാറില്ല. പക്ഷേ പോസിറ്റീവായ സമീപനം സ്വീകരിച്ച ആളുകളുടെ പറഞ്ഞ അഭിപ്രായത്തെ ഞാൻ കൃത്യമായി സ്വീകരിച്ചിട്ടുണ്ട്. നമ്മൾ കൂടുതൽ സമയത്തോടെ സംസാരിക്കണം, ജനം പ്രതീക്ഷിക്കുന്ന രീതിയിൽ ശാന്തമായി സംസാരിക്കുക എന്നുള്ള കാര്യമാണ്. പക്ഷേ രോഷവും നമ്മൾ മനസ്സിലുണ്ടാകും. ആത്മരോഷം എന്നത് ആത്മാഭിമാനവും മനസാക്ഷിയുമുള്ള ഓരോ വ്യക്തിക്കും ഉണ്ടാകേണ്ട കാര്യമാണ്. എൻ്റെ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കഷ്ടപ്പെട്ട ആളുകളെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല. ഞാൻ ഒരു നേതാവിനെയും പിന്തുണച്ച് ഒരു പരാമർശം പോലും അതിനകത്ത് നടത്തിയിട്ടുമില്ല. പക്ഷേ അന്ന് അതിനെ ദുർവ്യാഖ്യാനം ചെയ്തു. അപ്പോൾ അതൊക്കെ ഈ പോസ്റ്റ് ട്രൂത്ത് കാലഘട്ടത്തിൽ നമുക്കറിയാമല്ലോ, സത്യാനന്തര കാലഘട്ടത്തിൽ ഇതെല്ലാം വെട്ടിമുറിച്ച് എത്രയോ കുപ്രചരണങ്ങൾ നടത്താം. അതൊക്കെ അതിനെ ആ തരത്തിൽ മാത്രമേ കാണുന്നുള്ളൂ. ലോ കോളേജിലേക്ക് വിട്ടപ്പോൾ മകൻ ഇങ്ങനെ ഒരു മന്ത്രിയായി എത്തും മുന്നിൽ എന്ന് കരുതിയിരുന്നോ? ഒരിക്കലും ഇല്ല, അങ്ങനെയില്ല. ഇപ്പോൾ ദൈവത്ത് ഇപ്പോൾ കിട്ടിയതിൽ സന്തോഷിക്കുന്നു. ഞാനൊരു തികഞ്ഞ ഈശ്വര വിശ്വാസിയാണ്. ഒരു കാലത്ത് എന്തെങ്കിലും ഒരു കാലത്ത് ഈശ്വരൻ അവനെ രക്ഷപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിച്ചു. ചെറുതലയുടെ കാലത്ത് ഗൺമാനായിരുന്നു. ഒട്ടനവധി അടികൾ മകൻ കൊണ്ടിട്ടുണ്ട്. മകൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന നിമിഷങ്ങൾ ടി വിയിലൂടെ കണ്ടു കാണും. വളരെ വിഷമം തോന്നിയിട്ടുണ്ട്. ഇവനെ ടി.കെ.എം. കോളേജിൽ പഠിക്കുമ്പോൾ ഇവൻ്റെ തലയടിച്ച് പൊട്ടിച്ച് രക്തമൊലിച്ച് നിൽക്കുന്ന കണ്ടപ്പോൾ എൻ്റെ വൈഫ് വരെ മാനസികമായിട്ട് ഹോസ്പിറ്റലിൽ പോയി. അന്ന് ഞാൻ വിചാരിച്ചു ഈ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൽ സന്തോഷിക്കുന്നു. ഈ പഠിച്ചിരുന്ന കാലത്ത് ലിജു ഏത് പൊസിഷനിലെത്തുമെന്നാണ് അങ്ങ് കരുതിയിരുന്നത്? ഒരു IAS കാരനെ ഒരു ഡോക്ടർ ആക്കണമെന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ. അതുപോലെ പഠിക്കുമായിരുന്നു. കുഞ്ഞിലെ യൂറിക്ക വായിക്കും, പുസ്തകം ഏതെങ്കിലും പേപ്പറില്ലാതെ ആഹാരം കഴിക്കത്തില്ല. സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ എപ്പോഴെങ്കിലും വിലക്കിയിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ആദ്യം എനിക്ക് പോകാൻ താല്പര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, തലയടിച്ച് പൊട്ടിച്ച് കോളേജിൽ നിന്ന് തലയടിച്ച് പൊട്ടി രക്തമൊലിച്ച് നിൽക്കുന്ന ഒരു രംഗം ഞാൻ കണ്ടപ്പോൾ എനിക്ക് അന്ന് ഇവനിത് നിർത്തിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചു. പിന്നെ ലോ കോളേജിലാണെങ്കിൽ ഉച്ചയാകുമ്പം TV വെക്കുമ്പോൾ ഞാനും വൈഫും കൂടി ഇങ്ങനെ പ്രാർത്ഥിക്കുക. അടിയാണല്ലോ, എന്നും ലോ കോളേജിലുള്ള സംഭവം അടിയായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ വിഷമിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ദൈവം ഒരു ഭാഗ്യം തന്നു, അതിൽ സന്തോഷിക്കുന്നു. ഈ തുടർ പരാജയങ്ങൾ ഉണ്ടാകുന്നു, എങ്ങനെയായിരുന്നു? ഒരു മോട്ടിവേറ്ററായിട്ടൊരു വൈഫായിട്ടാണോ നിന്നിരുന്നത് എപ്പോഴും കൂടെ? കൂടെ വളരെയധികം സപ്പോർട്ട് കൊടുത്ത് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിൽക്കുമായിരുന്നു. എങ്ങനെയുണ്ട് ഇപ്പോൾ മന്ത്രിയായി എത്തിയിരിക്കുകയാണ്? വളരെയധികം സന്തോഷം. അച്ഛൻ എപ്പോഴും കരയുന്നത് കണ്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. നിങ്ങളെ തല്ലിയിട്ടുണ്ടോ എപ്പോഴും? എങ്ങനെ, എന്ത് തോന്നുന്നു ഇപ്പോൾ? സന്തോഷം. ഈ രാഷ്ട്രീയത്തിലൊക്കെ നിൽക്കുമ്പോൾ പേടിയുണ്ടായിരുന്നോ? ഇല്ല, ഞങ്ങളത് കണ്ടാ വളർന്നത്. അപ്പോൾ ഞങ്ങൾക്കറിയാവുന്ന അച്ഛൻ എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിലുള്ള അച്ഛൻ. അപ്പോൾ നല്ല ബോൾഡായിട്ടുള്ളൊരു അച്ഛനെയാണ് കണ്ടിട്ടുള്ളത്. അതെ. അച്ഛൻ കരഞ്ഞപ്പോൾ വീട്ടിൽ വന്നപ്പോൾ എന്തെങ്കിലും ചോദിച്ചിരുന്നോ? ഇല്ല, ഞങ്ങളങ്ങനെ അതിനെ പറ്റി പറഞ്ഞില്ല. ബട്ട് ചോദിച്ചിരുന്നു. അച്ഛനും ഞങ്ങളെല്ലാവർക്കും വിഷമം ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ. എങ്ങനെ ഉണ്ട് എൻ്റെ വിജയം? സന്തോഷം, ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായി. ലിജുവിടെ കിട്ടുന്ന ഏത് വകുപ്പായാലും അത് ഭംഗിയായി നിർവഹിക്കാൻ കഴിയട്ടെ. BD ജേർണലിസ്റ്റ് ഷഫീഖിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.